കളിക്കളത്തിന് പുറത്ത് ഫിഫയെ വിരട്ടി ഡൊണാൾഡ് ട്രംപ്. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ഒത്താശ പാടിയിട്ടും സ്വന്തം മണ്ണിൽ അമേരിക്കയ്ക്ക് നാണം കെട്ട തോൽവി. അതെ, പ്രതിരോധ കോട്ടയിലെ നാണം കെട്ട പിഴവുകൾ ഒടുവിൽ ബെൽജിയത്തിന് മുന്നിൽ അമേരിക്ക 1-4 ഗോളുകൾക്ക് തകർന്നു തരിപ്പണമായിരിക്കുന്നു. വലിയ വാഗ്ദാനങ്ങളുമായി അമേരിക്കൻ ജനതയെ ആവേശത്തിലാഴ്ത്തി കുതിച്ച USA ലോകകപ്പ് സ്വപ്നങ്ങൾ ഇതാ സിയാറ്റിൽ ദയനീയമായി അവസാനിച്ചിരിക്കുന്നു. 24 വർഷത്തിനിടെ ആദ്യമായി ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന സുവർണാവസരമാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സിയാറ്റിലെ ലുമൈൻ ഫീൽഡിൽ കളി തുടങ്ങിയ ആദ്യ സെക്കൻഡ് മുതൽ അമേരിക്കൻ പട തപ്പിത്തടഞ്ഞു. കളി തുടങ്ങി വെറും 45 സെക്കൻഡിനുള്ളിൽ തന്നെ അമേരിക്കൻ ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസിന്റെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. പ്രതിരോധ നിര വരുത്തിയ വൻ വീഴ്ച മുതലെടുത്ത് ചാൾസ് ഡി കെറ്റലെയർ ബെൽജിയത്തെ മുന്നിലെത്തിച്ചപ്പോൾ സ്റ്റേഡിയം നിശബ്ദമായി. പക്ഷേ 30-ാം മിനിറ്റിൽ ലുമൈൻ ഫീൽഡിനെ ആവേശത്തിലാക്കി അമേരിക്ക തിരിച്ചടിച്ചു. ബോക്സിന് പുറത്തു നിന്നും മാലിക് ടിൽമാൻ എടുത്ത ആ മനോഹരമായ ഫ്രീ കിക്ക് ബെൽജിയൻ പ്രതിരോധ മതിലിൽ തട്ടി ഗതിമാറി ഗോൾ വല തുളച്ചു. വിശ്വപ്രസിദ്ധ ഗോളി തിബോട്ട് കോർട്ടോയ്സിനെ കാഴ്ചക്കാരനാക്കി USA സമനില പിടിച്ചു. പക്ഷേ ആ അമേരിക്കൻ ആവേശം വെറും 2 മിനിറ്റ് പോലും നീണ്ടു നിന്നില്ല. 32-ാം മിനിറ്റിൽ ലിയാൻഡ്രോ ടൊസാർഡ് നൽകിയ മനോഹരമായ ക്രോസിൽ തലവെച്ച് ഡി കെറ്റലെയർ ബെൽജിയത്തിന് വീണ്ടും ലീഡ് നൽകി. സ്വന്തം ടീമിന്റെ ബാലിശമായ പ്രതിരോധം കണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട കോച്ച് മൗറിഷ്യോ പോച്ചറ്റിനോ ഡഗ്ഔട്ടിലെ വാട്ടർ ബോട്ടിൽ കാരിയർ ചവിട്ടിത്തെറിപ്പിച്ചു. 4 വർഷം മുമ്പ് ഖത്തറിൽ നെതർലൻഡ്സിനോട് തോറ്റ അതേ ദുരന്ത ചരിത്രം അമേരിക്കൻ മണ്ണിൽ ആവർത്തിക്കുകയായിരുന്നു. 2-ാം പകുതിയിൽ കളിമാറ്റാൻ ജിയോറൈനയെ പോച്ചറ്റിനോ ഇറക്കിയെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. അമേരിക്കൻ ഡിഫൻസിനെ ഞെട്ടിച്ചുകൊണ്ട് ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസിന്റെ ഹിമാലയൻ ബ്ലണ്ടർ എത്തി. ബോക്സിന് പുറത്തേക്ക് ഓടിയിറങ്ങി പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ വരുത്തിയ അനാസ്ഥ വൻകൻ എന്ന ബെൽജിയൻ താരം 35 യാർഡ് അകലെ നിന്ന് ഓപ്പൺ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി. അതിനിടയിൽ അമേരിക്കയുടെ നെടുന്തൂണായ ക്രിസ്ത്യൻ പുളിസിക് കാലിന് പരിക്കേറ്റ് കണ്ണീരോടെ കളം വിട്ടു. ഫോളാരിൻ ബലോഗന് ഫിഫയുടെ പ്രത്യേക അനുമതിയോടെ കളിക്കാൻ കഴിഞ്ഞിട്ടും ഒരു ചലനവും ഉണ്ടാക്കാനായില്ല. ടൂർണമെന്റിലുടനീളം തിളങ്ങിയ ക്യാപ്റ്റൻ ടീം റൂമും പ്രതിരോധത്തിൽ പരാജയപ്പെട്ടു. മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ അമേരിക്കൻ ഡിഫൻഡർ ക്രിസ് റിച്ചാർഡ്സ് വരുത്തിയ പിഴവ് മുതലെടുത്ത് ബെൽജിയത്തിന്റെ കരിമ്പുലി റൊമേലു ലുക്കാക്കു അമേരിക്കയുടെ നെഞ്ചിലേക്ക് 4ാമത്തെ ആണിയും അടിച്ചു കയറ്റി. 4-1 എന്ന നാണംകെട്ട സ്കോറിന് അമേരിക്കൻ പതനം പൂർത്തിയായി. ഇന്ന് ഞങ്ങളുടെ ദിവസമായിരുന്നില്ല. ഇന്ന് അങ്ങേയറ്റം വേദനാജനകമാണ്. ഞങ്ങൾക്ക് വലിയൊരു വീഴ്ച പറ്റി. മിഡ്ഫീൽഡർ ടൈലർ ആഡംസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കളത്തിന് പുറത്ത് അധികാരവും രാഷ്ട്രീയവും കാണിച്ച് ഫിഫയെ വരെ മുട്ടുകുത്തിച്ചിട്ടും കളിക്കളത്തിലെ ബെൽജിയത്തിന്റെ യൂറോപ്യൻ ക്ലാസിന് മുന്നിൽ അമേരിക്കൻ പടയ്ക്ക് മറുപടിയില്ലായിരുന്നു. ആതിഥേയരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് സിയാറ്റിലിന്റെ മണ്ണിൽ കണ്ണീരോടെ വിരാമം.